ഇതാണ് എൻ്റെ ജാനൂട്ടി. ആളിത്തിരി മോഡേൺ ചിന്താഗതിക്കാരിയാണേ. പെൺകുട്ടികൾ സ്വന്തം കാര്യം നിൽക്കണമെന്നാണ് ഇവളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ PSC എക്സാമിനും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇവളാണ്. ഇതാ കണ്ടില്ലേ, എൻ്റെ നോട്ട്ബുക്കിലെ മാങ്ങാണ്ടി പോലത്തെ ഇന്ത്യയെ കണ്ടിട്ടുള്ള കിടപ്പാണേ. ഞാൻ ഓരോ എക്സാമിനും 8 നില പൊട്ടുന്നത് കൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവളുടെ സപ്പോർട്ട് പതിയെ പതിയെ കുറഞ്ഞു വന്നു കേട്ടോ. എന്നിലെ വിശ്വാസം അവൾക്ക് നഷ്ടപ്പെട്ടിട്ടായിരിക്കും. എന്ത് ചെയ്യാനാ. പക്ഷേ ഇവൾക്ക് എല്ലാവരോടും പ്രത്യേക സ്നേഹമാണേ. ഈ പ്രത്യേക സ്നേഹം അവൾക്ക് ഏറ്റവും കൂടുതൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചന്തുപൂച്ച എടുത്താൽ. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ജാനു മോളെ നമുക്കിത് വേണ്ട, നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരാ, നമുക്കൊന്നും ശരിയാവത്തില്ല. ഈ ദിവ്യപ്രേമ സമയത്ത് ആരും നമ്മൾ ഉപദേശിച്ചാലും അവർക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അതുകൊണ്ട് ഇതായി ഇപ്പോൾ സ്ഥിതി. 4 കുട്ടികളുണ്ട്. പ്രസവശേഷം ചന്തുപൂച്ച ഒരു ദിവസം വന്നു, എത്തി നോക്കിയിട്ട് പോയതാ, പിന്നെ കണ്ടില്ല. അവളുടെ കണക്ക് കൂട്ടിലൊക്കെ തെറ്റിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. എപ്പോൾ കണക്ക് കണ്ടാലും അവൾ വലിച്ചേറിക്കളയും. ഇനി അത് LCM ആയാലും HCF ആയാലും. പിന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായൊരു സംഭവം, ഈ ചന്തുപൂച്ച വടക്കിലെ രമേശൻ ചേട്ടൻ്റെ കിങ്ങിണി പൂച്ചയായിട്ട് സെറ്റായെന്ന് പറഞ്ഞു. അന്ന് തൊട്ടതാ ഈ ഇരിപ്പ. ഡിപ്രഷനാന്നേ. ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാവും. ഇടയ്ക്കിടയ്ക്ക് പറയും, ചേച്ചി ഈ ആത്മാർത്ഥ പ്രേമത്തിനൊന്നും ഒരു വിലയില്ലെന്നും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമാധാനിപ്പിക്കും. ശരിയാവുമായിരിക്കും അല്ലേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ജാനു, നീ പറയുന്നോ? ഇല്ലല്ലേ. ഡിപ്രഷനല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കേട്ടോ.